ഗുഡ് ഈവനിങ്. ലൈഫ് സ്ട്രാറ്റജിസ്റ്റ് എന്ന രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു കാര്യം ഹൃദ്രോഗബാധയിൽ സ്ട്രെസ്സിൻ്റെ പങ്കിനെ പറ്റിയിട്ടുള്ളത്. അടുത്ത കാലത്ത് ഹൃദ്രോഗങ്ങൾ വളരെ ഭയപ്പെടുന്ന രീതിയിൽ യുവാക്കളുടെ ഇടയിൽ ബാധിക്കുകയും ഫിറ്റ്നസ് ട്രെയിനേഴ്സ് വരെ കുഴഞ്ഞു വീണ് മരിക്കുന്ന കാര്യങ്ങളുണ്ടാവുക. ഇപ്പോൾ അടുത്ത കാലത്ത് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ ഡോക്ടർ കത്തേരിയയുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സയൻറ്റിഫിക് ഒബ്സർവേഷൻസ് ചില പത്രങ്ങളിലെല്ലാം വ്യാപകമായി വരികയുണ്ടായി. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യങ്ങളിലൊന്ന് 30 വയസ്സ് തികയുമ്പോഴേക്കും യുവാക്കളിൽ ഹൃദ്രോഗബാധിതയുടെ സാധ്യത വളരെയധികം കൂടി വരുന്നു. അവർ 7-8 മണിക്കൂർ തുടർച്ചയായി വർക്ക് ചെയ്യുകയും ജോലി സ്ഥലങ്ങളിലെ സ്ട്രെസ്സ് മരണകാരണമാവുകയും ചെയ്യുന്നു, ഹൃദ്രോഗത്തിന് കാരണമാകുന്നു തുടങ്ങിയ റിപ്പോർട്ടുകളാണ്. ഇതിനെപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ നരേന്ദ്രനാഥ് ഖന്നയുടെ ഡൽഹിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡിസീസ്ഡോ നോൺ ഡിസീസ്ഡോ ആർട്ടറികളിൽ ഹൃദ്രോഗബാധയ്ക്ക് സാധ്യത സ്ട്രെസ് ഉള്ളവരിൽ കൂടുതലുണ്ട്. 2 തരത്തിലുള്ളവരിലും അത് കാണുന്നുണ്ട്, അല്ലാതെ ഡിസീസ്ഡ് ആയിട്ടുള്ളതിൽ മാത്രമല്ല ഉണ്ടാകുന്നത് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സ്ട്രെസ്സിനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും മാർഗങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിൽ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ആഡ്രീനൽ ആക്സിസിൽ ഉണ്ടാകുന്ന മൈൻഡ് ബോഡി കമ്മ്യൂണിക്കേഷനിൽ കണക്ഷനിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നെല്ലാം പറയുമെങ്കിലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ എളുപ്പത്തിലുള്ള വഴികൾ സ്ട്രെസ്സ് കുറയുക എന്ന ഉപദേശം കൊണ്ട് ലഭിക്കാൻ സാധ്യമല്ല. തുടർച്ചയായി ഒരേ മെത്തേഡുകൾ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുമ്പോഴും അത് ക്രമേണ വളരെ മെക്കാനിക്കലായിട്ടുള്ളൊരു മാർഗമാവുകയും അത് നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമായി അത് സ്ട്രെസ്സുമായി സംവദിക്കാതെ ശരീരത്തിൻ്റെ ഹോർമോൺ സിസ്റ്റമായി സംവദിക്കാതിരിക്കുന്ന ഒരവസ്ഥ ക്രിയേറ്റ് ആവുന്നുണ്ട്. പ്രാണായാമമാണെങ്കിലും മറ്റ് എക്സസൈസുകളാണെങ്കിലും തുടക്കത്തിലെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും ശ്രദ്ധ അവസാനിച്ച് നമ്മൾ അതിൻ്റെ ഒരു ശീലമായി പരിണമിക്കുകയും അത് തന്നെ മറ്റൊരു രീതിയിൽ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് പകരം സ്ട്രെസ്സ് കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇവർ തുടർച്ചയായ പ്രവണതകൾ ഇല്ലാതാക്കുന്ന, തുടർച്ചയായി ഇത് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചിന്തിക്കാനോ ഇതിനു വേണ്ടി സമയം കണ്ടെത്താനോ കഴിയാതെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്ട്രെസ്സ് കുറയാൻ എന്ത് വഴികൾ എന്നതാണ് അതിൽ ന്യൂറോ സയൻസ് സൈക്കോബയോളജിയുടെ ഭാഗമായി ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മാർഗങ്ങൾ ഒരു സെമി ഹിപ്നോട്ടിക് കണ്ടീഷനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് PFCയുമായി ബന്ധപ്പെട്ട് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സുമായി ബന്ധപ്പെട്ട ഒരു മെത്തേഡാണ്. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൽ PFCയിൽ നമുക്ക് എത്രമാത്രം റിലാക്സേഷൻ കൊടുക്കാൻ സാധിക്കുമോ അത് ശരീരത്തിൻ്റെ സ്ട്രെസ്സിനെ കുറയ്ക്കുകയും ഡെൽറ്റ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റ് ബ്രെയിൻ വേവ്സിൻ്റെ മറ്റ് ലെവലുകളിലേക്ക് കൊണ്ടുപോകാനോ സാധിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് നമ്മൾ സെമി ഹിപ്നോട്ടിക് കണ്ടീഷനുകളിലൂടെ അല്ലെങ്കിൽ ഹിപ്നോട്ടിക് കണ്ടീഷനുകളിൽ നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ടൽ ലോബിൽ അല്ലെങ്കിൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ ചെയ്യുന്ന പ്രത്യേകതകളാണ്. ഇതിന് ഏറ്റവും സിമ്പിളായി നമുക്ക് ചെയ്യാവുന്ന ചില മെത്തേഡുകളാണ് ഞങ്ങൾ സാധാരണ കൊടുക്കാറ്. ഇതിൽ വളരെ ചെറിയ രീതിയിലുള്ള ചില സൂത്തിങ് ഏജൻറ്റുകൾ ചില പ്രത്യേക പോയിന്റുകൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയോ നമ്മൾ ഉറക്കത്തിന് മുമ്പ് അത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ്സുള്ള സമയത്ത് ഉപയോഗിക്കുകയോ ചെയ്യുക എന്ന ഒരു മെത്തേഡ് കൂടുതൽ ഇതിനെ ശാന്തമാക്കാനും ഇത് മുഖേന നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റുകളെ, സ്ട്രെസ്സ് മുഖേന ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളെ കുറയ്ക്കുന്നതിനും ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും അഡ്രീനൽ ആക്സിസുമായിട്ടുള്ള ശരീരത്തിൻ്റെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഡയറ്റ്, നല്ല രീതിയിലുള്ള എക്സസൈസ്, ഇത് രണ്ടും ഒരു ഫിസിഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ ശാരീരിക പ്രത്യേകതകളും ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളും സംസാരിച്ച ശേഷം ആഫ്റ്റർ പ്രോപ്പർ ഡയഗ്നോസിസ്, നല്ല രീതിയിലുള്ള ഒരു ഡയഗ്നോസിന് ശേഷം നല്ല രീതിയിലുള്ള കൺസൾട്ടേഷനും കൗൺസിലിങ്ങിന് ശേഷമാണ് തീരുമാനിക്കേണ്ടത്. യൂട്യൂബിലും വാട്സാപ്പിലും കിട്ടുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സുകളെല്ലാം നല്ലത് തന്നെയാണെങ്കിലും നിങ്ങൾ സ്വന്തം കാര്യത്തിലുള്ള തീരുമാനമെടുക്കുമ്പോൾ, ഒരു ഡയറ്റ് തീരുമാനിക്കുമ്പോൾ അത് കോമണായ ഡയറ്റ് അല്ല, അല്ലെങ്കിൽ കോമണായ ഫിറ്റ്നസ് അല്ലാതെ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജോലി സ്ഥലം, നിങ്ങളുടെ പാരമ്പര്യ രോഗങ്ങളോ മറ്റ് സാധ്യതകളോ നിങ്ങളുടെ വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട്, നിങ്ങളുടെ കാലാവസ്ഥകളെ കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനിക്കേണ്ടത്.
അപ്പോൾ ഡയറ്റും ഫിറ്റ്നസ് ട്രെയിനിങ്ങും പോലെ തന്നെ നിങ്ങൾ മെൻ്റൽ ഫിറ്റ്നസ്സിനും മെൻ്റൽ ടഫ്നെസ്സിനും അത് വർക്ക് ലൈഫ് ബാലൻസിങ്ങിനും കാരണമാക്കുന്ന രീതിയിൽ കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഇതിന് സഹായിക്കുക എന്നതാണ് ലൈഫ് സയൻസ് സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ സൈക്കോബയോളജിക്കൽ മെത്തേഡിലോടുകൂടി ഞങ്ങൾ സാധാരണ PFCക്ക് അല്ലെങ്കിൽ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസോട് കൂടിയിട്ടുള്ള മെത്തേഡുകളിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്, നല്ല രീതിയിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായ ഫോളോ അപ്പുകൾ ചെയ്യുകയാണെങ്കിൽ പ്രിവെൻറ്റീവ് കാർഡിയാക് കെയറിൻ്റെ ഭാഗമായിട്ടും പ്രീ ആൻഡ് പോസ്റ്റ് സർജറി കാർഡിയാക് കെയറിൻ്റെ ഭാഗമായിട്ടും എല്ലാം തന്നെ നമുക്ക് വളരെ ഗുണകരമായ രീതിയിൽ റിസൾട്ട് വളരെ സയൻറ്റിഫിക്കായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനും ശരീരത്തിലുണ്ടാകുന്ന അനവധിയായ ഇമ്പാക്റ്റുകളെ, കാർഡിയാക് കെയറിൽ മാത്രമല്ല പലതരത്തിലുള്ള ഇമ്പാക്റ്റുകളെ കുറയ്ക്കുന്നതിനും വർക്ക് ലോഡ് കാരണമുണ്ടാകുന്ന അധിക ഭാരം അത് മറ്റേതെങ്കിലും തരത്തിൽ അപകടത്തിലേക്ക് പോകാതെ നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതിനും അത് ഒരു കാരണമാകുന്നുണ്ട്.